കിട്ടുള്ളല്ലേ ഇതിന് മാറ്റി കേട്ടുകൊണ്ട് കൃഷി ചെയ്യാൻ നിർത്താവുണ്ട്. മുറിച്ചത് ഇതൊക്കെ ഇങ്ങോട്ട് ഒരു വെള്ള പോലെ അത് വെട്ടി മുറിച്ചതാ. കാച്ചില് മുറിഞ്ഞു പോയിട്ടല്ലേ വലിയൊരു കാച്ചിലായിരുന്നു, മുറിഞ്ഞു പോയി. വീട്ടിൽ അപ്പനുള്ളപ്പോ ഉണ്ട് കാച്ചിലും ചേമ്പും ചീഞ്ഞും എല്ലാം അയ്യത്തുണ്ട്. കളച്ച് പുഴുത് മുറം അങ്ങോട്ട് എടുത്ത് വെച്ച് വാഴയിലും വെട്ടിയിട്ട് ഇല്ലെങ്കിൽ ഉരുളി എടുത്ത് വെക്കും. അതിനകത്ത് തട്ടിയിട്ട് ആലയിലെ പണി കഴിഞ്ഞ് വരുമ്പോൾ രാവിലെ അവൻ സ്കൂളിൽ പോയി. അന്നേരം തള്ള രാവിലെ ചീനി എടുക്കുന്ന കണ്ടിട്ടാ പോയത്. മുത്താച്ചൻ പറഞ്ഞു അവൻ്റെ അമ്മ ഇതുപോലെ ചേമ്പും കാച്ചിലും ചേനയും എല്ലാം കൂടെ പിന്നെ കിളച്ചുകൊണ്ട് വന്ന് വെട്ടി പിന്നെ പുഴുങ്ങുന്ന കണ്ടിട്ട് ചെറുക്കൻ സ്കൂളിൽ പോയത്. അവൻ സ്കൂളിൽ ചെന്ന് ആ പഠിത്തമല്ല ഇവിടുത്തെ ചിന്തയെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം അമ്മ അത് കഴുകി അടച്ച് വെച്ച് കാണും. ഇപ്പം അത് വെന്ത് കൂട്ടറായി കാണും. ഞാൻ പോവാന്ന് പറഞ്ഞാൽ പുസ്തകം എടുത്തോണ്ട് പോകും. ഇപ്പം അമ്മ മുറത്തി തട്ടിയിട്ട് കാണും. അന്ന് അയ്യത്ത് ഇഷ്ടംപോലെ കാന്താരി ഉണ്ട്. അതുമൊക്കെ പറിച്ച് ഉടച്ച് തൈരും ഒക്കെ ഒന്ന് കഴിക്കാനും ആളുണ്ട്. മുറ്റത്ത് വീടല്ലേ, അമ്മയുടെ ചേട്ടത്തിമാരുടെയും ഒക്കെ മക്കളും അനിയത്തിയില്ല, അമ്മയായിട്ടാണ് ഇത്. ആങ്ങളുടെ മക്കളും ഒഴിഞ്ഞ് എല്ലാവരും ഒന്നും തീറ്റില്ല. അല്ല, ഇത് മണ്ണ് പറ്റിയത് ഞാൻ എടുക്കുക. വൈകിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേമ്പിനകത്തും എല്ലാം കാണുമല്ലോ, നോക്കിയാലോ? അതും കൂടെ നോക്കാമായിരുന്നു. അതുകൊണ്ടാ മേലിരിക്കുന്നത്. ഇന്നങ്ങനെ അങ്ങോട്ട് വെട്ടി തെളിച്ചിട്ട് കാട്ടി വെക്കാം. വിത്ത് ഞാൻ മുറിച്ച് തരാം, ഞാൻ കച്ച് തരാം. അല്ല സമാധി ഞാൻ കച്ച് അതിനകത്ത് വിത്തിടും. ഇതൊക്കെ വെട്ടിയെടുത്ത് അയ്യോ, ഞാൻ വിചാരിച്ച സാധനം മൊത്തം തിന്നു. ഇതൊക്കെ മൊത്തം തിന്നാന്നോ?